രാമനെ കുറിച്ചും ഭരതനെ കുറിച്ചും ലക്ഷ്മണനെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷെ ശത്രുഘ്നനെ പറ്റി അധികം കഥകളൊന്നും പ്രചാരത്തിലില്ല. എന്താ ശത്രുഘ്നൻ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വന്നതാ? അതുകൊണ്ടല്ല, ശത്രുക്കളെ ഹനിക്കുന്നവൻ എന്നാണ് ശത്രുഘ്നൻ എന്ന പേരിന്റെ തന്നെ അർത്ഥം. പ്രധാന യുദ്ധങ്ങളിലൊന്നും അധികം പങ്കെടുത്തിട്ടില്ല. അതായത് രാമരാവണ യുദ്ധത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ശത്രുഘ്നന്റെ പേര് അധികം പുറത്തു വരാത്തത്. ശത്രുഘ്നൻ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. ലക്ഷ്മണൻ രാമന്റെ കൂടെ കാട്ടിലേക്ക് പോയി സഹോദര സ്നേഹം കൊണ്ട്. ഇനി ഭരതനോ ഭയങ്കര ഇമോഷണൽ ആണ്, അല്ലെങ്കിൽ സെന്റിമെന്റൽ ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ നന്ദിഗ്രാമത്തിൽ അവിടെ താമസിക്കാണ്. ഇനി ശ്രീരാമൻ തിരിച്ചു വന്നിട്ടേ ഞാൻ അയോധ്യയിലേക്ക് ഉള്ളൂ എന്ന് പറഞ്ഞ് അവിടെ താമസിക്കാണ്. രാജ്യത്തിനെ പട്ടിണി കിടത്താതെ അല്ലെങ്കിൽ എക്കണോമിക്കലി രാജ്യത്തിനെ മുന്നോട്ട് നയിച്ചത് ശത്രുഘ്നനായിരുന്നു. ഈ പുള്ളി അധികം സംസാരിക്കില്ല, അങ്ങനെയല്ല. പക്ഷെ മെക്കിട്ട് കയറാൻ വന്ന അവർക്കുള്ള പണി കൊടുക്കും. രാമൻ കാട്ടിലേക്ക് പോവാൻ കാരണക്കാരി മന്ധരയാണെന്ന് അറിഞ്ഞപ്പോ ലക്ഷ്മണന്റെ പോലെ വെറുതെ ഡയലോഗ് അടിക്കല്ല ചെയ്തത്. മുടിക്ക് കുത്തിപ്പിടിച്ച് വടിയെടുത്ത് അടിക്കാൻ ചെന്നതാണ് മന്ധര. ഭരതൻ ചെന്ന് തടഞ്ഞതുകൊണ്ട് അന്ന് തൽക്കാലം മന്ധര രക്ഷപ്പെട്ടു. ലക്ഷ്മണന് ശ്രീരാമൻ എങ്ങനെയാണോ അതേപോലെയാണ് ശത്രുഘ്നന് ഭരതനും. ഏട്ടന്റെ നിഴലായിട്ട് ഇങ്ങനെ നടക്കും. ഏട്ടൻ വിഷമിക്കരുത്, അത്ര വേണ്ടു ശത്രുഘ്നന്. ഇനി ശത്രുഘ്നൻ അധികം യുദ്ധമൊന്നും ചെയ്തിട്ടില്ല എന്നാണ് നമ്മുടെയൊക്കെ വിചാരം. പക്ഷെ അത് അങ്ങനെയല്ല. രാമന്റെ രാജ്യത്തെ അതിർത്തിയില് ലവണാസുരന്റെ ശല്യം ഉണ്ടായപ്പോ ഈ ലവണാസുരനെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് രാമനോട് അവസരം ചോദിച്ചു വാങ്ങുന്നുണ്ട് ശത്രുഘ്നൻ. ലവണാസുരൻ? ലവണാസുരൻ രാവണന്റെ മരുമകനാണ്. തപസ് ചെയ്ത് ശിവന്റെ കയ്യിൽ നിന്ന് ഒരു ശൂലം സ്വന്തമാക്കിയിട്ടുള്ള ആളാണ്. ഒരു വരം കിട്ടിയിട്ടുണ്ട്, ഈ ശൂലം കയ്യിലുള്ളപ്പോ ലവണാസുരനെ ആർക്കും കൊല്ലാൻ പറ്റില്ല എന്ന്. അങ്ങനെ രാവിലെ സമയത്ത് നായാട്ടിന് പോകുമ്പോ ഈ ശൂലം എടുക്കില്ല, കൊട്ടാരത്തിൽ വെക്കുള്ളൂ. അങ്ങനെ നായാട്ടിന് പോയി തിരിച്ചു വരുന്ന സമയത്ത് കൊട്ടാരത്തിൽ കയറി ശൂലം എടുക്കുന്നതിന് മുൻപ് ഈ ലവണാസുരനോട് യുദ്ധം ചെയ്ത് ശത്രുഘ്നൻ ലവണാസുരനെ കൊല്ലാണ്. അങ്ങനെ ആ മധുര എന്ന് പറഞ്ഞ രാജ്യം സ്വന്താക്കി. പിന്നീട് ശ്രീരാമൻ തന്നെ ശത്രുഘ്നനെ അവിടെ രാജാവാക്കി വാഴിക്കുകയും ചെയ്തു. ഇങ്ങനെ കലഹങ്ങളും പ്രശസ്തിയും ഒന്നുമില്ലാതെ രാമരാജ്യം പടുത്തുയർത്തുന്നതില് ശത്രുഘ്നനും ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്, ഒരു സൈലന്റ് ഹീറോ ആയിട്ട്.